അടുത്ത സെഷൻ 1 മാർക്കിനും 3 മാർക്കിനും ഒരേപോലെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഫൈൻഡ് ദ സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ്, ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് അല്ലെങ്കിൽ ഫൈൻഡ് d²y/dx² ഓഫ്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവട്ടെ. ഫോർ എക്സാമ്പിൾ log x. ഓക്കെ, log x രണ്ടും ഒരേ ക്വസ്റ്റ്യൻ ആണ്, 2 മോഡൽ ചോദിക്കും. ഓക്കെ, അപ്പോൾ log x y is equal to log x. ഇതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് കാണാന്ന് പറഞ്ഞാൽ ആദ്യം ഒരു ഡെറിവേറ്റീവ് കാണാം. എന്താ y-ൻ്റെത്? log x-ൻ്റെത് 1/x. ഓക്കെ, ഇനി അതിൻ്റെ വീണ്ടും നമ്മൾ ഡെറിവേറ്റ് ചെയ്താൽ 1/x-ൻ്റെ എന്താ? -1/x². വേറൊരു ക്വസ്റ്റ്യൻ y is equal to sin x തരും. എന്താണ്? dy/dx. പിന്നെ നമ്മൾ y' എന്ന് വിളിക്കും കേട്ടോ. dy/dx എന്ന് പറഞ്ഞാൽ cos x. y" എന്താ? d²y/dx² എന്ന് പറയുന്നത് -sin x. ഇത് 1 മാർക്കിന് ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ടും ഉണ്ടാവും. ആദ്യം നമ്മൾ തന്നതിന് ഒരു പ്രാവശ്യം ഡിഫറൻസിയേഷൻ ചെയ്യുക, ആ കിട്ടിയ ആൻസറിനെ നമ്മൾ വീണ്ടും ചെയ്യുക. അതിനാണ് നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. 1 മാർക്കിന് മസ്റ്റായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ സെയിം ക്വസ്റ്റ്യൻ 3 മാർക്കിന് ചോദിക്കുന്നത് സെക്കൻഡ് ഡെറിവേറ്റീവ്. അതിൽ പ്രൊഡക്റ്റ് റൂൾ വരുന്നതായിരിക്കും മിക്കവാറും ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ, ഫൈൻഡ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് എന്ന് പറഞ്ഞിട്ട് എന്താ ഉണ്ടാവുക? ഒരു y is equal to x into sin x. ഓക്കെ, ഇവിടെ പ്രൊഡക്റ്റ് റൂൾ ആണ് അല്ലേ, പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ y is equal to x into sin x ആണ്. അപ്പം dy/dx എന്താ വരിക? പ്രൊഡക്റ്റ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് d/dx ഓഫ് sin x പ്ലസ് sin x ഇൻറ്റു d/dx ഓഫ് x. ഓക്കെ, അപ്പോൾ x ഇൻറ്റു cos x പ്ലസ് sin x ഇൻറ്റു x-ൻ്റെത് 1. ഓക്കെ, ഇനി നമ്മൾ അഗെയിൻ ഇതിനെ ചെയ്യുമ്പോൾ എന്താ? d²y/dx². ഇവിടെ നോക്കുക, അവിടെ x ഇൻറ്റു cos x. അഗെയിൻ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യണം. അപ്പോൾ x ഇൻറ്റു cos x-ൻ്റെ ഡെറിവേറ്റീവ് എന്താ? -sin x പ്ലസ് cos x ഇൻറ്റു x-ൻ്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് sin x-ൻ്റെ ഡെറിവേറ്റീവ് cos x. ഒന്നും കൂടി വൃത്തിയിൽ എഴുതാണെങ്കിൽ മൈനസിന് ആദ്യം എഴുതി x sin x പ്ലസ് cos x പ്ലസ് cos x. ഓക്കെ, ഇതാണ് ആൻസർ വരിക. അപ്പം ഈ സെക്കൻഡ് ഡെറിവേറ്റീവ് കാണുന്ന ക്വസ്റ്റ്യൻ മസ്റ്റായിട്ട് നമ്മൾ ഓർത്ത് വെച്ച് പഠിക്കണം. ഇത് 1 മാർക്കിന് ചോദിക്കും. ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ 3 മാർക്കിനും ചോദിക്കും. ഇത് മസ്റ്റായിട്ടും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പം ശ്രദ്ധിച്ച് നോക്കി പഠിക്കാം. ഓക്കെ.